നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം കുളത്തുപുഴയിൽ മരിച്ച അമ്മയുടെ മൃതദേഹം 3 ദിവസം വീട്ടിനുള്ളിൽ സൂക്ഷിച്ച് മകൻ. പൂജ നടത്തുകയായിരുന്നു. മൃതദേഹം വീട്ടിനുള്ളിൽ സൂക്ഷിച്ച് നടക്കുന്ന സംഭവമാണ് കൊല്ലത്ത് നിന്നും പുറത്തുവരുന്നത്. കുളത്തുപുഴ RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമ്പയുടെ മൃതദേഹമാണ് മകൻ കൃഷ്ണസ്വാമി 3 ദിവസത്തോളം രഹസ്യമായി സൂക്ഷിച്ചിരുന്നത്. മുറിക്കുള്ളിലാണ് സൂക്ഷിച്ചു വെച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചിന്നത്താമ്പ മരിച്ചത്. അമ്മ മരിച്ച വിവരം പുറം ലോകത്തെ അറിയിച്ചില്ല മകൻ. കൃഷ്ണസ്വാമി ഈ വിവരം പുറം ലോകത്തെ അറിയിക്കാതെ മൃതദേഹം വെള്ളത്തുണി ഉപയോഗിച്ച് മൂടി ഭസ്മവും ചന്ദനവും ചാർത്തി വിളക്ക് കൊളുത്തി പൂജകൾ നടത്തുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ് കൃഷ്ണസ്വാമി. മറ്റാരെയും വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവരം അറിയാൻ ഒരുപാട് വൈകി. മുൻപ് ആരോഗ്യ പ്രവർത്തകരോ ആശാ വർക്കർമാരോ എത്തുമ്പോൾ പോലും അമ്മയെ താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കൃഷ്ണസ്വാമി അവരെ മടക്കി അയക്കാറായിരുന്നു പതിവെന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ദീർഘകാലമായി രോഗബാധിതയായി കിടപ്പിലായിരുന്നു അമ്മ. ഈ അമ്മയെ ശുശ്രൂഷിച്ചിരുന്നത് കൃഷ്ണസ്വാമി തന്നെയാണ്. അമ്മ മരിച്ചുവെന്ന് അംഗീകരിക്കാൻ കൃഷ്ണസ്വാമിക്ക് കഴിയാത്തതിനാലാകാം ഇത്തരത്തിൽ അമ്മയുടെ മൃതദേഹം വീട്ടിനുള്ളിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നാട്ടുകാരൊക്കെ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ കൃഷ്ണസ്വാമിയുടെ മകൾ വീട്ടിലെത്തി. അപ്പോഴാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. മുത്തശ്ശി മരിച്ച വിവരം അറിഞ്ഞ് ഉള്ളിൽ കയറി പരിശോധിച്ചു. അപ്പോഴാണ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ വാർഡ് മെമ്പറെയും പോലീസിനെയും വിവരം അറിയിക്കുന്നു. രാത്രി 12 മണിയോടെ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കൃഷ്ണസ്വാമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണെന്ന് കരുതുന്നു. അദ്ദേഹത്തിന് വേണ്ട മാനസിക ചികിത്സ ലഭ്യമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും നടക്കുന്ന സംഭവമാണ് കൊല്ലത്ത് നിന്ന് അരങ്ങേറിയിരിക്കുന്നത്. അമ്മയുടെ മൃതദേഹം ഇത്രയും ദിവസം പുറം ലോകത്തെ അറിയിക്കാതെ മകൻ സൂക്ഷിക്കുകയായിരുന്നു, പൂജ നടത്തുകയായിരുന്നു. പിന്നാലെയാണ് ഈ വിവരം അറിയുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തമായൊരു വിവരം വരും മണിക്കൂറുകൾ ലഭ്യമാകുന്നത്. എന്തായാലും നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.